സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 7ാം റൗണ്ടിൽ കൗണ്ട് ചെയ്യപ്പെട്ട എടക്കരയുടെ 13 ബൂത്തുകളും വോട്ട് തന്നെ ഒരു ബൂത്തും. എടക്കരയിൽ യുഡിഎഫിന് ലീഡ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എടക്കരയിൽ യുഡിഎഫിന് ലീഡ് കുറഞ്ഞിട്ടുണ്ട്. എടക്കരയിൽ എന്തായാലും ഈ റൗണ്ടിലെങ്കിലും യുഡിഎഫിന് ലീഡ് കുറഞ്ഞു. ഇപ്പോഴത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 5123 ആയി. ഷൗക്കത്തിന്റെ ലീഡിൽ കുറവുണ്ടാകുന്നു. ഇതിനിടയിൽ അൻവർ ഉയർത്തുന്ന ലീഡ് 9000 എന്ന ലീഡിലേക്കാണ്. 10,000 വോട്ട് എന്നൊക്കെ പറയുമ്പോൾ എടക്കരയിൽ സംഭവിച്ചത് പ്രകാശ് വി പ്രകാശ് ഫാക്ടർ വർക്ക് ചെയ്തെങ്കിൽ അത് അൻവറിന് അനുകൂലമായി എന്നതാണ്. അൻവർ ഒരുപക്ഷെ പ്രകാശിന്റെ വീട്ടിൽ പോയതും ഷൗക്കത്തിനെതിരെ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ ആ തരത്തിൽ പ്രതിഫലിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. എടക്കരയിൽ UDF-ന് അവിടെ രാഷ്ട്രീയ നഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ മൊത്തത്തിലുള്ള ഭൂരിപക്ഷത്തിൽ കുറവ് വന്നു എന്നതിനപ്പുറത്തേക്ക് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും എടക്കര അവിടെ അൻവർ നേട്ടമുണ്ടാക്കി എന്നാണ് ചിത്രം. എടക്കരയിൽ അൻവറിന്റെ വോട്ടുകളുടെ എണ്ണം ഉയരുന്നു. 10,000-നടുത്തേക്ക് അൻവർ വോട്ടുകൾ ഉയർത്തുന്നു. റൗണ്ടിൽ 10,000 വോട്ടിനടുത്തേക്ക് അൻവർ എത്തുന്ന കാഴ്ച PVR ഇഫക്റ്റ് എഴുതി തള്ളിയവർക്ക് തെറ്റി. അൻവർ 10,000 വോട്ട് 10 റൗണ്ടിനുള്ളിൽ പിടിച്ചാൽ 19 റൗണ്ടിൽ എത്ര വോട്ടായിരിക്കും അൻവർ പിടിക്കുക? ഇതിനുത്തരം പറയേണ്ട ബാധ്യത ഉണ്ടാകും. അത് UDF സ്ഥാനാർത്ഥി ജയിച്ചാലും UDF ക്യാമ്പിനകത്ത് ഇതൊരു പുകച്ചിലുണ്ടാക്കും. LDF-നും ഈ വോട്ട് ചോർച്ച ഉത്തരം പറയേണ്ട ബാധ്യതയിലേക്ക് കടക്കും. 10 റൗണ്ടിലേക്ക് കടന്നിട്ടില്ല അപർണ. ഏതായാലും 7ാം റൗണ്ട് 8ാം റൗണ്ട് എത്തുമ്പോഴാണ് ഈ 10,000-നടുത്ത വോട്ടുകൾ അൻവർ നേടുന്നത്. അതിന് മുൻപ് തന്നെ അൻവർ ഇത്രയധികം വോട്ടുകൾ നേടി എന്ന് പറയുമ്പോൾ അത് ചെറിയ പ്രകമ്പനമല്ല ഇരു മുന്നണികളിലും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ വോട്ടെടുപ്പിന്റെ ഈ വോട്ടെണ്ണലിന്റെ കൃത്യമായ പകുതി വരെയാണ്. 7 റൗണ്ടുകൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. അവശേഷിക്കുന്നത് 19 റൗണ്ടുകളിൽ 12 റൗണ്ടുകൾ അവശേഷിക്കുന്നു. ഈ സാഹചര്യത്തിൽ പോയാൽ അൻവർ 20,000-ൽ പരം വോട്ടുകൾ പിടിച്ചാലും അത്ഭുതമില്ല എന്നതാണ് ചിത്രം. പക്ഷേ അങ്ങനെ പിടിക്കണമെങ്കിൽ ഇടതു ശക്തി കേന്ദ്രങ്ങളിലും അൻവർ വോട്ട് ചോർത്തണം. ആ ചോർത്തുന്ന വോട്ട് ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും ഒരുപോലെ ചോർത്തിയാൽ ഒരുപക്ഷെ അത് ആരെ സ്വാധീനിക്കുക എന്ന് പറയുക വയ്യ. എന്നാൽ അത് UDF വോട്ടുകളാണ് കൂടുതൽ ചോർത്തുന്നതെങ്കിൽ ഇടതു മുന്നണിക്ക് ഒരുപക്ഷെ അല്പം കൂടി പ്രതീക്ഷ നൽകിയേക്കാം. 372 7 റൗണ്ടിൽ കിട്ടിയപ്പോൾ ഇതുവരെ കിട്ടിയ എല്ലാ ലീഡുകളിൽ നിന്ന് വലിയ കുറഞ്ഞൊരു ലീഡ് എടക്കരയിൽ കാലിടറിയിരിക്കുന്നു. അപ്പോൾ എടക്കരയിൽ വർക്കൗട്ട് ആയത് രാഷ്ട്രീയ വിഷയമാണ്. VV പ്രകാശ് എന്നുള്ള ആ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. ആ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്നത് LDF-നല്ല, സ്വരാജിനല്ല, അത് PV അൻവറിന് തന്നെയാണ്. അപ്പോൾ VV പ്രകാശിനെ ഉയർത്തിക്കൊണ്ടുവന്ന് നടത്തിയ പ്രചാരണം